ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എനിക്കുണ്ടാകുന്ന കുട്ടികൾ ലെസ്ബിയനോ ഗെയോ ആവുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഫുൾ സപ്പോർട്ട് നൽകുകയും അവരുടെ പാർട്ട്ണറെ ഞാൻ 2 കൈ കൊണ്ട് അംഗീകരിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, പുള്ളിയുടെ വീട്ടിൽ വിളിക്കുകയോ വിളിക്കാതിരിക്കുക, അത് പുള്ളിയുടെ ഇഷ്ടം. പക്ഷേ പുള്ളി എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട്. തലമുറയ്ക്ക് മോശമായ ആശയങ്ങൾ കൊടുക്കുന്ന 2 കപ്പിൾസിനെ ഞാൻ എൻ്റെ ഫംഗ്ഷന് വിളിച്ചത് ഖേദിക്കുന്നു. ഞാൻ പുതിയ തലമുറപ്പെട്ട ആളാണല്ലോ, എനിക്ക് ആ ബന്ധം മോശമായിട്ടോ അല്ലെങ്കിൽ അതൊരു മോശം ആശയമാണെന്നോ എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന മോശമായിട്ടുള്ള ആശയങ്ങൾ എന്താണ്? 2 വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നതാണോ? ഒരിക്കലുമല്ല. രാജ്യത്തിനെതിരായിട്ട് നടക്കുന്ന ടെറർ ഫണ്ട് ചെയ്യുക, ദേവോഭവ എന്ന് പറഞ്ഞ ആപ്തവാക്കിയ ഒരു രാജ്യത്ത് അതിഥികളെ വിളിച്ചു വരുത്തി അപമാനിക്കുക, സ്ത്രീധനം വാങ്ങുക, സ്ത്രീധനം കൊടുക്കുക, സ്ത്രീകളെ തല്ലിക്കൊല്ലുക, കുട്ടികളെ ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് പുതിയ തലമുറയ്ക്ക് മോശമായി കൊടുക്കുന്ന ആശയങ്ങൾ. പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന 2 വ്യക്തികൾ. ഒരാൾ ജനിപ്പിച്ചതുകൊണ്ട് മാതാവോ പിതാവോ ആവുന്നില്ല. കർമ്മം കൊണ്ടാണ് ഒരു വ്യക്തി മാതാവാണോ പിതാവാണോ നമ്മൾ തീരുമാനിക്കുന്നത്. സ്വന്തം കുട്ടികളുടെ വ്യക്തിത്വം അംഗീകരിക്കാതെ മതത്തിൻ്റെയും സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ ഉപദ്രവിക്കുന്ന മാതാവും പിതാവും ഒരിക്കലും മാതാവും പിതാവും അല്ല. ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും, അതായത് പട്ടികളെയും പൂച്ചകളെയും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും? സീരിയസ്ലി ഈ ബന്ധം ആ ബന്ധങ്ങളാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? പുതുതലമുറയോർത്ത് വ്യാപലാതിപ്പെടുന്ന പഴയ തലമുറയും സദാചാര ഗുണ്ടകളോടൊക്കെ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ?